ഹായ് മക്കളെ, ഓണപരീക്ഷയൊക്കെ എന്റെ കുട്ടികൾ അടിപൊളിയായിട്ട് എഴുതിയല്ലേ. അപ്പൊ ബേസിക് സയൻസിന്റെ എക്സാം ഒക്കെ ഒരുപാട് മക്കൾ സെറ്റായിട്ട് എഴുതി എന്ന് പറഞ്ഞിരുന്നു അല്ലെ. അപ്പം നമ്മുടെ ഒരു ഭാഗ്യം കൂടിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും പരീക്ഷയ്ക്ക് വരിക, എന്റെ കുട്ടികൾക്ക് ഈസി ആയിട്ട് പരീക്ഷ എഴുതാൻ സാധിക്കുക എന്ന് പറയുന്നത്. ഈ ഒരു കാര്യം കൂടി ഉണ്ട്, ഈ ഓണപരീക്ഷയ്ക്ക് ആകെ നിങ്ങൾക്ക് വളരെ കുറച്ച് ചാപ്റ്റേഴ്സ് മാത്രമായിരുന്നു അല്ലെ. പക്ഷെ ഇനി വരാൻ പോകുന്നത് നമ്മുടെ ക്രിസ്മസ് പരീക്ഷയാ. 2 മാസം കഴിഞ്ഞാൽ ക്രിസ്മസ് പരീക്ഷ എന്റെ കുട്ടികളെ അടുത്തെത്തും. ഈ ക്രിസ്മസ് പരീക്ഷയ്ക്ക് ബേസിക് സയൻസിൽ നിന്ന് മാത്രം എത്ര ചാപ്റ്റേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക എന്നുള്ള എന്റെ കുട്ടികൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇപ്പൊ ഓണ പരീക്ഷ എഴുതിയപ്പോ തന്നെ പലരുടെയും പണി വാളി ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് അല്ലെ. എന്താ കാരണം എന്ന് പറയുന്നത്, പലരും വിചാരിച്ചതുപോലെ ആയിരിക്കില്ല ഓണപരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടാവുക. ഇനി വിചാരിച്ച പോലെ ചിലപ്പോൾ ചിലർക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പൊ എന്റെ കുട്ടികളെ ചെയ്യേണ്ടത്, നമുക്കറിയാം 8ാം ക്ലാസ്സിലാണെങ്കിലും അടുത്ത കൊല്ലം 9ാം ക്ലാസ്സിലേക്ക് നിങ്ങൾ കടക്കണമെങ്കിൽ നിങ്ങൾ 8ാം ക്ലാസ്സിൽ നല്ലതുപോലെ പെർഫോം ചെയ്യണം. ഓൾ പാസ് എന്ന് പറയുന്ന ഒരു ഐഡിയ ഇനിയില്ല. നല്ലതുപോലെ പെർഫോം ചെയ്താൽ മാത്രമേ 9ാം ക്ലാസ്സിലേക്ക് കയറാൻ സാധിക്കുകയുള്ളൂ. ശരിയല്ലേ? അപ്പോ ഓണപരീക്ഷയ്ക്ക് ഉണ്ടായ എല്ലാ മിസ്റ്റേക്കുകളും എന്റെ കുട്ടികൾ ഒരു ബുക്ക് എടുത്ത് നോട്ട് ചെയ്ത് വെക്കുക. ഇപ്പൊ ബേസിക് സയൻസ് ആണല്ലോ മിസ്സിന്റെ സബ്ജക്ട്, അതുകൊണ്ട് മിസ് അതിൽ തന്നെ എക്സാമ്പിൾ പറയും. ചില ടോപ്പിക്കുകൾ എന്ത് ചെയ്തു, വേണ്ട എന്ന് പറഞ്ഞു വിട്ടു. ചിലപ്പോ അവിടുന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടാവും. ചിലര് ടെക്സ്റ്റ് ബുക്ക് മാത്രം വായിച്ചു, ക്വസ്റ്റ്യൻസ് ചെയ്തില്ല, അതൊരു മിസ്റ്റേക്ക് ആണ്. അങ്ങനെയുള്ള ഒരുപാട് മിസ്റ്റേക്കുകൾ എന്റെ കുട്ടികൾക്ക് ചെറിയ മിസ്റ്റേക്കുകൾ പറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് പോസിറ്റീവ്സ് ഉണ്ടായിട്ടുണ്ട്. ആ പോസിറ്റീവ്സിനെ നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ഇനി അങ്ങോട്ട് എന്റെ മക്കളെ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇനി ക്രിസ്മസ് പരീക്ഷ, അത് കഴിഞ്ഞാൽ 2 മാസം കഴിഞ്ഞാൽ പബ്ലിക് എക്സാം ആയി അല്ലെ. അപ്പൊ ഈ ക്രിസ്മസ് പരീക്ഷയിലേക്ക് എത്തുമ്പോൾ എന്റെ മക്കൾക്ക് ഓണ പരീക്ഷയിൽ നേരിടേണ്ടി വരുന്ന എല്ലാ ബുദ്ധിമുട്ടുകളെയും നമ്മൾ ഓവർകം ചെയ്തിട്ടുണ്ടാവണം. ഓണപരീക്ഷയിൽ നിങ്ങൾ നേടിയെടുത്തിട്ടുള്ള എല്ലാ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെയും നിങ്ങൾ ഒന്നും കൂടെ മോഡിഫൈ ചെയ്തെടുക്കണം. അങ്ങനെയാണ് നമ്മുടെ ലേണിംഗ് ഫ്രം മിസ്റ്റേക്സ്, നമ്മുടെ തെറ്റുകളെ പാഠമാക്കിക്കൊണ്ട് നമ്മൾ മുമ്പോട്ട് വരണം. എന്നാൽ മാത്രമേ എന്റെ കുട്ടികൾക്ക് നല്ല വിജയത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ കേട്ടോ. അപ്പോ എന്റെ കുട്ടികൾ ഒറ്റയ്ക്കല്ല ഈ ഒരു പ്രോസസ് നിങ്ങളോട് മിസ് ചെയ്യാൻ പറയുന്നത്. വേറെ ഒന്നിനുമല്ല, നിങ്ങളെ ഇനിയും നിങ്ങളുടെ ഉള്ളിലുള്ള പൊട്ടൻഷ്യലിനെ പുറത്തേക്ക് കൊണ്ടുവരണം എന്ന ആഗ്രഹത്തോട് കൂടിയിട്ടാണ്. അപ്പൊ നിങ്ങൾ ഒറ്റയ്ക്കല്ല, നമ്മൾ എല്ലാവരും നിങ്ങളുടെ ഒപ്പം തന്നെയുണ്ട്. എന്റെ കുട്ടികളെ ചെയ്യേണ്ടത് ഈ പറഞ്ഞ കാര്യം ഒന്ന് ചെയ്യാട്ടോ. അത് എല്ലാ സബ്ജക്റ്റിലും എന്റെ കുട്ടികൾക്ക് ചെയ്യാവുന്നതാണ്. എന്നിട്ട് എന്തൊക്കെയാണ് നിങ്ങൾ നേരിട്ട ബുദ്ധിമുട്ടുകൾ എന്ന് എന്റെ കുട്ടികൾക്ക് മനസ്സിലാവുമല്ലോ. ആ ബുദ്ധിമുട്ടുകളെ എങ്ങനെ നേരിടാം എന്ന് ചിന്തിക്കുക. ഓക്കെ, അപ്പോ അതിനു വേണ്ടി ഓരോ ഗൈഡൻസും ഓരോ സ്റ്റേജിലും എല്ലാ ഗൈഡൻസും തന്നുകൊണ്ട് നമ്മൾ സൈലം ഇവിടെ ഉണ്ടാവും. ഇനിയും നമ്മുടെ ക്ലാസ്സുകളൊക്കെ പ്രോപ്പറായിട്ട് കാണുക കേട്ടോ. അപ്പൊ ഓരോ കാര്യങ്ങളും ഓരോ വീഡിയോയിലും പറയുന്ന കാര്യങ്ങൾ വെറുതെ പറയുന്നതല്ല, എന്റെ കുട്ടികളെ മുന്നിലേക്ക് കൊണ്ടുവരണം, നിങ്ങളുടെ ഉള്ളിലുള്ള ഏറ്റവും ബെസ്റ്റ് പ്രൊവൈഡ് ചെയ്യിക്കണം എന്ന ആഗ്രഹത്തോട് കൂടിയിട്ടാണ് ഓരോ വീഡിയോയിലും നിങ്ങൾക്ക് ഓരോ ടിപ്പുകൾ പറഞ്ഞു തരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു ഇവാലുവേഷൻ, സെൽഫ് ഇവാലുവേഷൻ എന്നാ പറയുക, സ്വയം വിലയിരുത്തൽ എന്നാ പറയുക. മക്കളെ, നിങ്ങളെ സ്കൂളിലുള്ള ടീച്ചേഴ്സും നിങ്ങളുടെ പാരന്റ്സും ഈ ഞാനും ഒക്കെ വിലയിരുത്തുന്നതിലും ഒക്കെ ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് സെൽഫ് ഇവാലുവേഷൻ ആണ്. നിങ്ങളുടെ സ്വയം വിലയിരുത്തുന്നതാണ്. അപ്പൊ സ്വയം ഒന്ന് വിലയിരുത്തുക, അതിനുശേഷം നിങ്ങളുടെ കുറവുകളെ നിങ്ങളുടെ ആയുധങ്ങളാക്കി മാറ്റി മുൻപോട്ടേക്ക് വരിക. ഈ ഒരു ജേർണിയിൽ എന്റെ കുട്ടികൾ ആരും ഒറ്റയ്ക്കല്ല, നമ്മൾ എല്ലാവരും കൂടി ഉണ്ടാവും. സോ ക്രിസ്മസ് പരീക്ഷ എന്നുള്ള പേടി വേണ്ട, ഭയമല്ല ജാഗ്രതയാണ് വേണ്ടത് എന്ന് പറയുന്നത് പോലെ പേടിയല്ല നമുക്ക് വേണ്ടത്, പ്രോപ്പറായിട്ട് അടിപൊളി പ്ലാൻ ആണ്. അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് പറഞ്ഞു തരും. സോ മക്കളെ, എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.